ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഞാനൊക്കെ ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ഫാമിലിയിലേക്ക് ഒന്ന് ജോയിൻ ചെയ്യണേ. ഇന്ന് നമ്മളൊരു മേക്ക് ഓവറാണ് ചെയ്യാൻ പോണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു പഴയൊരു പ്ലേറ്റാണ് എടുത്തിട്ടുള്ളത്. ഇത് കുറേ മുമ്പുള്ള ഒരു ടൈപ്പ് ഡിന്നർ സെറ്റാണ്. നല്ല ഭംഗിയാണ് അതിൻ്റെ ആ ഒരു ഡിസൈനൊക്കെ ഇങ്ങനെ കാണാനായിട്ട്. കാരണം നമ്മൾ സാധാരണ പ്ലേറ്റിൻ്റെ താഴെയുള്ള പോലെ ഇങ്ങനെ മിനുസായിട്ടല്ല കേട്ടോ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു ഡിസൈനൊക്കെ ഉണ്ടല്ലോ, ഒരു ആ കള്ളിയും ആ പൂവൊക്കെ ഇങ്ങനെ നമ്മളിതിലിങ്ങനെ ചെത്തിയെടുത്ത പോലത്തെ ഒരു ടൈപ്പ് ഡിസൈനാണ്. അപ്പോൾ അങ്ങനെ ഇത് നമ്മൾ കുറേ ആയിട്ട് ഇതിങ്ങനെ യൂസ് ചെയ്യാതെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ ഇതിലിങ്ങനെ എന്തെങ്കിലും ഒരു ക്രാഫ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ പിന്നെ എനിക്ക് ആ ഒരു ഗ്ലാസ് പെയിൻറ്റ് ചെയ്യുമ്പോഴായിരിക്കും കുറച്ചുകൂടി ഭംഗിയും തോന്നിയപ്പോൾ ഞാൻ അത് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഈ ഒരു ഗ്ലാസ് പെയിൻറ്റിൻ്റെ സെറ്റിന് 85 റുപ്പീസാണ് റേറ്റ്. ഇതിലൊരു 6 കളറും ഉണ്ടാവും, പിന്നെ നമുക്ക് ഔട്ട്ലൈൻ ചെയ്യാനുള്ള ഒരു ഔട്ട്ലൈനറും ഉണ്ടാവും. പക്ഷേ ഞാൻ ഇതിനിപ്പം ഔട്ട്ലൈൻ ഒന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ. കാരണം നമ്മൾ ഈ പ്ലേറ്റിന് തന്നെ ഓൾറെഡി നല്ല ഡിസൈനൊക്കെ ഉള്ളതുകൊണ്ട് ഔട്ട്ലൈൻ യൂസ് ചെയ്യാതെ നമ്മൾ പെയിൻറ്റ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ ആ ഒരു ഫസ്റ്റ് ബ്ലൂ ആണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഞാൻ ആ ഒരു പ്ലേറ്റിൻ്റെ പുറകിലാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഉള്ള അതിൽ ആ ഒരു കുഞ്ഞു കുഞ്ഞു ഡിസൈനിൽ ആ ഒരു ചെക്കിലാണ് ഞാൻ ആദ്യം ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ആ ചെക്കിൻ്റെ ഡിസൈനിൽ ഇങ്ങനെ ഞാൻ ഒന്നിടവിട്ട് ഇങ്ങനെ ആ ഒരു ബ്ലൂ കളർ ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഡിസൈൻ ഇങ്ങനെ ചെറിയൊരു ടൈപ്പ് ഡിസൈനാണ്, വലിയ ഡിസൈൻ അല്ലല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കുറച്ച് മാത്രം ഇങ്ങനെ അതിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കണം കേട്ടോ. കാരണം ഒരുപാട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു ഡിസൈനൊന്നും ഇങ്ങനെ കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ ആ സമയത്ത് തന്നെ ഇങ്ങനെ ഒരു തുണിയോ അല്ലെങ്കിൽ ടിഷ്യൂ ഒക്കെ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ നമുക്ക് ക്ലീൻ ചെയ്ത് കൊടുത്താലും മതി. പിന്നെ നമ്മളിങ്ങനെ ഫില്ല് ചെയ്യുന്ന സമയത്ത് എയർ ബബിൾസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അത് ഇങ്ങനെ പൊട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ നീഡിലോ സേഫ്റ്റി പിന്നെ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഇങ്ങനെ പൊട്ടിച്ചു കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ അത് ഡ്രൈ ആവുന്ന സമയത്ത് അത്രക്കൊരു ഭംഗി ഉണ്ടാവില്ല, ബബിൾസൊക്കെ ഇങ്ങനെ കാണുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ്. അങ്ങനെ ഞാൻ ആ ഒരു ഡിസൈനിനനുസരിച്ച് ഇങ്ങനെ ആ ഒരു ബ്ലൂ കളർ തന്നെ ഇങ്ങനെ ഏകദേശം 2-3 സ്ഥലത്തായിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ നല്ലൊരു ഭംഗിയുണ്ടല്ലേ നമ്മൾ ആ ഒരു പ്ലേറ്റ് കാണാനായിട്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഒരു ബ്ലൂ കളർ മാത്രം ഇങ്ങനെ കൊടുത്ത സമയത്ത്. പിന്നെ ഞാൻ അതിൻ്റെ ഒരു ബ്ലൂ കളറിൻ്റെ ഇടയ്ക്കായിട്ട് ഇങ്ങനെ റെഡ് കളറാണ് കൊടുക്കുന്നത്. റെഡ് അല്ല കേട്ടോ, ഒരു ഡാർക്ക് പിങ്ക് ആണ്. അപ്പോൾ അത് നമ്മളുടെ ആ ഒരു ഐഡിയക്ക് അനുസരിച്ച് നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളെ കയ്യിലുള്ള ആ ഒരു പ്ലേറ്റിന് വേറെ ഏതെങ്കിലുമൊക്കെ ഡിസൈൻ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡിസൈനിൻ്റെ ഭംഗിക്ക് അനുസരിച്ചിട്ട് നിങ്ങൾ കളേഴ്സ് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു പിങ്കും ഒരു ബ്ലൂവും ഇങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് കൊടുത്തപ്പോൾ നല്ലൊരു ഭംഗിൻ്റെ ആ ഒരു റൗണ്ട് ആയിട്ടുള്ള ഡിസൈനൊക്കെ ആയിട്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇങ്ങനെ മേലെ നമ്മൾ ചെയ്തിട്ടുള്ള ആ ഒരു ബ്ലൂവിൻ്റെ ഇല്ലേ, അപ്പോൾ അതിൻ്റെ ഇടയ്ക്കും ഇതുപോലെ ആ ഒരു പിങ്ക് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. നമ്മളിങ്ങനെ കളർ ഫില്ല് ചെയ്യുന്ന സമയത്ത് 2 കളറും കൂടെ ഇങ്ങനെ മിക്സ് ആവാതെ നോക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുന്ന സമയത്ത് രണ്ടും കൂടെ മിക്സ് ആയിട്ട് അത്രക്കൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ആ ഒരു പിങ്ക് കളറും ബ്ലൂ കളറും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ അതിൻ്റെ ആ ഒരു ഇടയ്ക്ക് ഇങ്ങനെ കൊടുക്കുന്നത് ഗോൾഡൻ യെല്ലോ ആണ്. അപ്പോൾ ആ ഒരു യെല്ലോ കളർ ഒരുപാടൊന്നുമില്ല, കുറേ ഇങ്ങനെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരുപാട് സ്ഥലത്ത് കൊടുക്കുന്നില്ല, കുറച്ച് സ്ഥലത്ത് കൊടുത്തപ്പോഴത്തേക്കും ആ ഒരു പെയിൻറ്റ് ഇങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്, കിട്ടുന്നില്ല. അപ്പോൾ അത് അങ്ങനെ ഏകദേശം ഇങ്ങനെ കുറച്ചൊക്കെ ഒന്ന് ഇങ്ങനെ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഗോൾഡൻ കളർ അത്രയ്ക്ക് ഇങ്ങനെ എടുത്ത് കാണിക്കുന്നില്ല കേട്ടോ. കാരണം ഒരുപാട് പെയിൻറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇങ്ങനെ ലൈറ്റായിട്ടാണ് ഞാൻ പെയിൻറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ ആ ഒരു പ്ലേറ്റിൻ്റെ സൈഡിൽ ഇങ്ങനെ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ഉണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ഗ്രീൻ കളറാണ് കൊടുക്കുന്നത്. പിന്നെ ഈ ഒരു പ്ലേറ്റിന് ഇങ്ങനെ ഒരു 4 ടൈപ്പ് ആ ഒരു ഡിസൈൻ ഉണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ കുറച്ചുകൂടി ഒരു ഭംഗി ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങളെ കയ്യിലുള്ള പ്ലേറ്റിന് ചിലപ്പോൾ ഈ ഒരു ടൈപ്പ് ഡിസൈനൊന്നും ആയിരിക്കില്ല. അപ്പോൾ അതിനനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളെ കയ്യിലുള്ള പെയിൻറ്റിനനുസരിച്ച് ഒന്നിങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഈ ഒരു 6 പെയിൻ്റ് ആണെന്നുണ്ടെങ്കിൽ എല്ലാത്തിലും ഒന്നും പെയിൻ്റ് ഇല്ല, കുറേയൊക്കെ ഇങ്ങനെ കഴിഞ്ഞു പോയിട്ടുണ്ട്. കാരണം നമ്മൾ ഈ ഗ്ലാസ് പെയിൻറ്റ് വെച്ചിട്ട് കുറേ ബോട്ടിലാട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഏതെങ്കിലും വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. ഞാൻ ഗ്ലാസ് പെയിൻറ്റിൻ്റെതൊക്കെ ഞാൻ കമൻറ്റിലൊന്ന് പിൻ ചെയ്തിട്ടിടാം. അങ്ങനെ നമ്മൾ ആ ഒരു പ്ലേറ്റിൻ്റെ 4 ഡിസൈനും ഇങ്ങനെ ഗ്രീൻ കളർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പെയിൻറ്റ് ചെയ്ത് കൊടുത്തപ്പോഴാണ് നല്ലൊരു ഭംഗിയുള്ളത്. കാരണം നല്ല തിന്നായിട്ടുള്ള ലീഫ് പോലെ ഇരിക്കുന്നുണ്ട്. ഇനി അതിൻ്റെ ഇടയ്ക്കുണ്ടല്ലോ, ഒരു 2 ലീഫിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ വേറൊരു സിമ്പിളായിട്ടുള്ള ഡിസൈൻ ഉണ്ട്. അപ്പോൾ അതിലേക്ക് ഞാനിങ്ങനെ ബ്രൗൺ കളറാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ ആ ഒരു 4 ഡിസൈനും ഇങ്ങനെ ഗ്രീൻ കളർ കൊടുത്തിട്ടുണ്ട്. ആ പെയിൻറ്റ് ചെയ്ത് കൊടുത്തപ്പോൾ നല്ല തിന്നായിട്ടുള്ളൊരു ലീഫ് പോലെയാണ് ഇരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് തന്നെ ആ ഒരു കളർ കൊടുത്തപ്പം. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് ഇങ്ങനെ ഒരു ഡിസൈൻ ഉണ്ട്, സിമ്പിളായിട്ടൊരു വളഞ്ഞിട്ടുള്ള ഒരു ലീഫ് പോലെ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാനിങ്ങനെ ബ്രൗൺ കളറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് ആ ഒരു 4 എണ്ണത്തിനും ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ റെഡ് കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ആ ഒരു ബ്രൗൺ കളർ പെയിൻറ്റ് ചെയ്തതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ഫ്ലവർ പോലെയുള്ള ഒരു കുഞ്ഞൊരു ഫ്ലവർ പോലെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ റെഡ് കളർ പെയിൻറ്റ് ചെയ്തിട്ട് ആ ഒരു 4 എണ്ണം ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
പിന്നെ ഒരു റെഡ് കളർ വെച്ചിട്ട് തന്നെ ഇങ്ങനെ ഓരോ ഫ്ലവേഴ്സ് പോലുള്ളതിൻ്റെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒരു ഡോട്ട് പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഞാനിങ്ങനെ ഈ ഒരു റെഡ് കളർ വെച്ചിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഒരു ഡിന്നർ സെറ്റോ പ്ലേറ്റൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പ്രത്യേകിച്ച് ഒരു ഔട്ട്ലൈനും കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മളുടെ ഒരു ഐഡിയക്ക് അനുസരിച്ച് നമ്മളെ കയ്യിലുള്ള ഒരു പെയിൻ്റൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ഡിസൈൻ അനുസരിച്ച് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഞാൻ ആ ഒരു പ്ലേറ്റിൻ്റെ പുറത്തുള്ള ഡിസൈൻ ഫുള്ളായിട്ട് ഇങ്ങനെ നമ്മളെ കയ്യിലുള്ള ഒരു കളേഴ്സൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു പ്ലേറ്റിൻ്റെ നടുക്ക് ഭാഗം കൂടെ ഒന്നിങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. ആ നടുക്ക് ഭാഗം നല്ലൊരു ഭംഗിയാണ്. കുഞ്ഞു കുഞ്ഞു ഡോട്ടായിട്ട് ഇങ്ങനെ ഫുള്ളായിട്ടൊരു ഗ്രിപ്പ് പോലെ ആയിട്ട് നല്ലൊരു ഭംഗിയാണ്. അപ്പോൾ ഞാൻ ആ ഒരു ഭാഗത്ത് ഇങ്ങനെ സിമ്പിളായിട്ട് നമ്മൾ ഈ കയ്യിലുള്ള പെയിൻറ്റ് വെച്ചിട്ട് ഇങ്ങനെ റൗണ്ട് ഷേപ്പ് പോലെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മളെ കയ്യിൽ കുറേ കളേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓരോ റൗണ്ടായിട്ട് ഇങ്ങനെ ഓരോ കളേഴ്സ് വെച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഇങ്ങനെയുള്ള പ്ലേറ്റിനൊക്കെ നല്ല ഭംഗി ഉണ്ടാകും. അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ ഈ ഒരു 4-5 കളേഴ്സേ ഉള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് തന്നെ ഇങ്ങനെ സിമ്പിളായിട്ട് ഒന്നിങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ആ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു പ്ലേറ്റ് ഏകദേശം ഒരു ദിവസം ഒന്നിങ്ങനെ ഡ്രൈ ആക്കാൻ വെക്കണം. അങ്ങനെ പൊടിയൊക്കെ അടിക്കാതിരിക്കുകയും ചെയ്യുക. പിന്നെ അതുപോലെ നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ ടച്ച് ചെയ്യാതിരിക്കുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുന്ന സമയത്ത് പെയിൻറ്റൊക്കെ ഇളകിപ്പോവും. ഇപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ. നമ്മൾ ആ ഒരു പ്ലേറ്റിൻ്റെ മേലെ ഭാഗത്ത് ഇങ്ങനെ മിനുസായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. താഴെ ഭാഗം ഫുള്ള് കളറൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ്. അപ്പോൾ നമുക്കിതിങ്ങനെ ഷോക്കേസിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഭംഗി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള പ്ലേറ്റ് മാത്രമല്ല അതിൻ്റെ ഒരു ബൗളും കാര്യങ്ങളൊക്കെ ഇതുപോലെ ചെയ്തെടുത്താലും നല്ലൊരു ഭംഗിയുണ്ടാവും. അപ്പോൾ ഈ ഒരു ടൈപ്പ് ഡിന്നർ സെറ്റ് കയ്യിലുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു കുട്ടി ക്രാഫ്റ്റ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ എപ്പോഴും പറയാനുള്ള പോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫാമിലിക്ക് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. ഇനി നമുക്ക് കുറച്ച് ടെസ്റ്റിമോണിയൽസ് കണ്ടു നോക്കാം. ആദ്യത്തെ പിക്ക് അയച്ചു തന്നിട്ടുള്ളത് ദിവ്യ, രാഘവൻ, അഭിലാഷാണ്. കറിവേപ്പിലയുടെ കുരുവും പിന്നെ അതുപോലെ വാട്ടർമെലിൻ്റെ സീഡ് വെച്ചിട്ടൊരു പൈൻ കോണൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മളൊരു ക്രിസ്മസ് സ്പെഷ്യൽ ബോട്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട് നമ്മളൊരു ക്രിസ്മസ് സ്പെഷ്യൽ ഒരു മാസൺ ജാർ ഒരു കാൻഡിൽ ഹോൾഡർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതും ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. അടുത്ത പിക്ക് അയച്ചു തന്നിട്ടുള്ളത് ആൽഫി xaviour ആണ്. നമ്മൾ എഗ് കാർട്ടൻസ് വെച്ചിട്ടൊരു ബോട്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ളിത്തൊലി വെച്ച് നമ്മൾ ചെയ്തിട്ടുള്ള ഒരു ബോട്ടിൽ ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എഗ് ഷെല്ലിൽ വെച്ചിട്ടൊരു ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ഒരു ബോട്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ഒരു കാൻഡിൽ ഫ്ലവർ ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒഴിവാക്കിയിട്ടുള്ള ഒരു ആക്രിലിക് പെയിൻറ്റിൻ്റെ ബോട്ടിൽ വെച്ച് ചെയ്തിട്ടുള്ള ഒരു കുഞ്ഞ് ക്രാഫ്റ്റ് ഉണ്ടായിരുന്നു. അതും ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. അടുത്തതായിട്ട് മലപ്പുറത്തുള്ള ഫാത്തിമ നസ്രീൻ അയച്ചു തന്നത് നമ്മൾ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ഗ്ലിറ്റർ ഷീറ്റ് ഉപയോഗിച്ചിട്ട് ഒരു ബോ ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. അടുത്തതായിട്ട് 8th പഠിക്കുന്ന അനിമ അയച്ചു തന്നിട്ടുള്ളത് നമ്മൾ പംകിൻ്റെ സീഡ് വെച്ചിട്ടുള്ള ഒരു ബോട്ടിലായിട്ടാണ്. അപ്പോൾ സീഡ് കിട്ടാത്തതുകൊണ്ട് അതിന് പകരം പേപ്പർ വെച്ചിട്ടാണ് ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുള്ളത്. അടുത്ത പിക്ക് അയച്ചു തന്നത് അച്ചു അനൂപാണ്. നമ്മൾ പംകിൻ്റെ സീഡ് വെച്ച് ചെയ്തിട്ടുള്ള ഒരു ബോട്ടിലായിട്ടാണ് ട്രൈ ചെയ്തത്. അടുത്ത പിക്ക് അയച്ചു തന്നത് ഫിദയാണ്. നമ്മൾ ഗ്ലിറ്റർ ഷീറ്റ് ഉപയോഗിച്ചിട്ട് ഒരു ബോ ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതാണ് ട്രൈ ചെയ്ത് അയച്ചു തന്നത്. പിന്നെ റുസ്ന അയച്ചു തന്നിട്ടുള്ളത് നമ്മൾ കാർഡ്ബോർഡ് ഉപയോഗിച്ചിട്ടൊരു വാൾ ഡെക്കർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ട്രൈ ചെയ്ത് അയച്ചു തന്നത്. അടുത്ത പിക്ക് അയച്ചു തന്നിട്ടുള്ളത് മിന്നു ആണ്. നമ്മൾ കാർഡ്ബോർഡ് വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്ന ആ വാൾ ഡെക്കറാണ് ട്രൈ ചെയ്തിട്ടുള്ളത്. എല്ലാവരും നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ള പിക്ചേഴ്സൊക്കെ അയച്ചേണ്ടത് ഇൻസ്റ്റാഗ്രാമിലേക്കും ഫേസ്ബുക്കിലേക്കും ആണ്. അപ്പോൾ പിക്കൊക്കെ അയക്കാൻ വരുന്ന സമയത്ത് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുതേ. അതുപോലെ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. നമ്മളെ ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് വെനസ്ഡേ, ഫ്രൈഡേ, സൺഡേ 4:30 PM അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ഇട്ട് കാണാം കേട്ടോ. അപ്പോൾ അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക.